പൊതുവെ എല്ലാവർക്കും ലോ വൈബ്രേഷൻ എന്താണ്, ഹൈ വൈബ്രേഷൻ എന്താണ് വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സും ഇമോഷൻസും ശരീരവും വളരെ നെഗറ്റീവായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് വൈബ്രേഷൻ. ഇനി തിരിച്ച് മനസ്സും കാമാണ്, ഇമോഷൻസ് സ്റ്റേബിളാണ്, ശരീരത്തിന് ആരോഗ്യമുണ്ട്, ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളില്ല, സ്പിരിച്വലി നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഹയർ വൈബ്രേഷൻ. ഇതാണ് പൊതുവെയുള്ളൊരു കാറ്റഗറി. പക്ഷേ മനുഷ്യനെന്ന് പറഞ്ഞ ഈ കോംപ്ലക്സ് ജീവിക്ക് 2 വൈബ്രേഷൻ മാത്രമല്ല, അഡീഷണലി 3 വൈബ്രേഷൻസ് കൂടെയുണ്ട്. ഇൻ ടോട്ടൽ 5 വൈബ്രേഷൻസാണ് ഒരു മനുഷ്യന് വൈബ്രേറ്റ് ചെയ്യാൻ സാധിക്കുക. അതിനുള്ളൊരു ബെസ്റ്റ് തെളിവ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയുണ്ട്. പലതവണ നിങ്ങളുടെ വൈബ്രേഷൻ എന്താണ് കണ്ടുപിടിക്കാൻ നോക്കിയിട്ടുണ്ടാവും. ലോ ആണോ ഹൈ ആണോ എന്നൊക്കെ കാറ്റഗറി തിരിക്കാൻ നോക്കിയിട്ടുണ്ടാവും. പക്ഷെ ഒരിക്കലും നിങ്ങൾക്കതിന് സാധിച്ചിട്ടുണ്ടാവില്ല. ആദ്യം തോന്നും ലോ ആണെന്ന്, പിന്നെ തോന്നും ഹൈ ആണെന്ന്. കുറച്ചുകൂടെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഈ 2 മിഡിൽ പെടുന്നതാണ് ഞാനെന്നാണ് മെജോറിറ്റി ആൾക്കാർക്കും ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റിയിട്ടുള്ളത്. അവരൊരിക്കലും ഞാൻ ലോ ആണെന്നോ ഹൈ ആണെന്നോ തീർത്ത് പറയാൻ സാധിച്ചിട്ടില്ല. അവരെപ്പോഴും ഇൻ ബിറ്റ്വീൻ ആണെന്നാണ് തോന്നിയിട്ടുണ്ടാവുക. കാരണം ഈ 2 നിങ്ങൾ തീരുമാനിക്കുന്നത്. ഇതിന് കൂടുതലായിട്ടുള്ള വൈബ്രേഷൻ കാറ്റഗറീസ് ഉണ്ട്. അതേതൊക്കെയാണ്, നിങ്ങൾ ആ ഏത് കാറ്റഗറിയിൽ പെടുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഓഫ് ഓൾ, വൈബ്രേഷൻ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി, ഇപ്പോൾ പ്രപഞ്ചം മുഴുവനും എനർജിയാണ്. അത് മോഡേൺ സയൻസും സ്പിരിച്വൽ സയൻസും ഒരുപോലെ പറയുന്നൊരു കാര്യമാണ്. എവറിത്തിങ് ഇസ് എനർജി. മറ്റുള്ള എല്ലാ സൃഷ്ടിയെ എടുത്ത് നോക്കിയാലും, ഇപ്പോൾ ഭൂമിയിലുള്ള കാര്യം മാത്രം എടുക്കുക, പ്രകൃതിയുടെ നോക്കിക്കഴിഞ്ഞാൽ മൃഗങ്ങൾക്കും പക്ഷികൾക്കൊന്നും അവരുടെ എനർജി ഓൾട്ടർ ചെയ്യാൻ സാധിക്കില്ല. അതായത് അതിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അവർക്കൊരു സെറ്റ് ഓഫ് നാച്ചുറൽ ലോസ് ഉണ്ട്, പ്രകൃതി നിയമങ്ങൾ എന്ന് പറയും. അതനുസരിച്ച് മാത്രമേ അവർക്ക് ജീവിക്കാൻ സാധിക്കൂ. അവർക്കൊരിക്കലും അതിനെ മറികടക്കാനും സാധിക്കില്ല. അവരുടെ എനർജിയെ കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കില്ല. ജനിക്കുമ്പോൾ അവർക്കൊരു എനർജി ഉണ്ടാവും, അങ്ങനെ തന്നെ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മാത്രമേ അവർക്ക് മരിക്കാനും സാധിക്കുള്ളൂ. അവർക്ക് ഓൾട്ടർ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ മനുഷ്യൻ്റെ കാര്യം നേരെ തിരിച്ചാണ്. നിങ്ങളുടെ എനർജി എന്തോ ആയിക്കോട്ടെ, ജനിക്കുമ്പോൾ നിങ്ങളൊരു ലോവർ വൈബ്രേഷനിൽ ജനിച്ചു, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങൾക്കത് കൂട്ടാനുള്ള ഫ്രീഡം പ്രകൃതി തന്നിട്ടുണ്ട്. ഇനി ജനിക്കുമ്പോൾ നിങ്ങളൊരു ഹൈ വൈബ്രേഷൻ ജനിച്ചു, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങളുടെ കയ്യിലിരിപ്പ് കാരണം അത് ലോ ആയിട്ട് പോകാനും സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് ഋഷികളും പണ്ടത്തെ യോഗികളും എല്ലാവരും പറയുന്നത്, ജനനത്തിൽ ഒരു ജന്മമെടുക്കുമ്പോൾ അതിലേറ്റവും ബെസ്റ്റാണ് മനുഷ്യൻ. ഈവൻ ദേവന്മാരും ദൈവങ്ങൾ പോലും ഈ മനുഷ്യജന്മം എടുത്തിട്ടാണ് അവരുടെ പല കർമ്മങ്ങളെയും ബാലൻസ് ചെയ്യുന്നത്, അവരുടെ പല ജോലികളെയും തീർക്കുന്നത്. അവർക്ക് ആ ഒരു ഫോർമാറ്റിൽ ഇരുന്നുകൊണ്ട് സാധിക്കില്ല. മനുഷ്യനായിട്ട് തന്നെ വരണം. ബിക്കോസ് ഈ ഒരു ജന്മത്തിൽ ഏതൊരു തരത്തിലുള്ള ഓൾട്ടറിങ്ങും സാധ്യമാണ്. എങ്ങനെ വേണമെങ്കിലും എനർജിയെ മാറ്റാം, എങ്ങനെ വേണമെങ്കിലും ശരീരത്തെ മാറ്റാം, എങ്ങനെ വേണമെങ്കിലും മനസ്സിനെയും മാറ്റാം. സോ ഒരു പ്രാണൻ മാറുന്നതനുസരിച്ച് നിങ്ങളുടെ വൈബ്രേഷന് മാറും. ഇതാണ് പൊതുവെ എല്ലാവരും വൈബ്രേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ വൈബ്രേഷൻ ഇൻഡിപെൻഡൻ്റ്ലി നിൽക്കുന്നൊരു കാര്യമല്ല. ആദ്യം എനർജി ഉണ്ട്, അതിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ എനർജി ഫോർമുലേഷൻ എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിൽ പെരുമാറുന്നത്, അതനുസരിച്ചാണ് നിങ്ങളുടെ വൈബ്രേഷൻ തീരുമാനിക്കപ്പെടുന്നത്. ക്ലിയർ ആണ്? ആൻഡ് ഈ എനർജി 5 രീതിയിലാണ് ഏറ്റവും കോമൺ ആയിട്ട് ഫങ്ഷൻ ആവുക. ഇനിയും ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്, പക്ഷേ അതൊന്നും നമുക്ക് ആവശ്യമില്ല. അത് സബ് കാറ്റഗറി പോലെയാണ്, ഒരുപാട് കോംപ്ലക്സ് ആണ്. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരിലും കാണുന്ന 5 തരം വൈബ്രേഷൻസ് അതേതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ലോ വൈബ്രേഷൻ. ഇത് അഗെയിൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സും ഇമോഷൻസും ശരീരവും എനർജിയും അതിൻ്റെ ബെസ്റ്റ് ലെവലിൽ ഫങ്ഷൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. എപ്പോഴും ഈ പറഞ്ഞ സംഭവങ്ങൾ മുഴുവനും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ മനസ്സിലെ ചിന്തകളും നിങ്ങളുടെ വികാരങ്ങളും നിങ്ങളുടെ ശരീരവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം എതിർക്കുന്നവരാണെന്ന് വിചാരിക്കുക. ഇറ്റ്സ് എഗെയിൻസ്റ്റ് യു. അങ്ങനെയാണെങ്കിൽ അത് നെഗറ്റീവ് വൈബ്രേഷൻ. വേറൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ സിമ്പിൾ റൂള് നോക്കുക. ഈ പറഞ്ഞ ശരീരവും മനസ്സും വികാരങ്ങളും എനർജിയും നിങ്ങൾക്ക് വേണ്ടി ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്കെതിരെ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ? എതിരെയാണെങ്കിൽ യു ആർ ഇൻ എ ലോ വൈബ്രേഷൻ. ഇനി നേരെ തിരിച്ച്, നിങ്ങളുടെ ശരീരം, മനസ്സ്, ഇമോഷൻസ്, എനർജി നിങ്ങൾക്ക് വേണ്ടി ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ പറയുന്നത് അനുസരിക്കുന്നുണ്ടോ? അതായത് മനസ്സിലെ ചിന്തകൾ ഓവറായിട്ട് പോയി അത് ഓവർ തിങ്കിങ് ആയി സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒന്നും ആവാതെ നിങ്ങളുടെ മനസ്സിന് മേൽ നിങ്ങൾക്ക് നിയന്ത്രണമുണ്ട്, നിങ്ങളുടെ വികാരങ്ങൾക്ക് മേൽ നിങ്ങൾക്ക് പൂർണ്ണമായ നിയന്ത്രണമുണ്ട്, ശരീരത്തിന് മേൽ പൂർണ്ണമായ നിയന്ത്രണമുണ്ട്. നൗ ദിസ് ഈസ് എ ഹൈ വൈബ്രേഷൻ. ആൻഡ് ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ഉള്ള ആൾ ഓട്ടോമാറ്റിക്കലി സ്പിരിച്വാലിറ്റിയിൽ അട്രാക്റ്റഡ് ആയിരിക്കും, അവരങ്ങോട്ട് പോകും.
അതിനകത്തും സ്പിരിച്വാലിറ്റിയിൽ അട്രാക്ഷനുള്ള എല്ലാവരും ഹൈ വൈബ്രേഷൻ എന്നല്ല പറയുന്നത്. ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. അവർ ഓട്ടോമാറ്റിക്കലി സ്പിരിച്വാലിറ്റിയിലേക്ക് പോയിരിക്കും. ഇതാണ് ഹൈ വൈബ്രേഷൻ. സോ ഇതിനെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ. മൂന്നാമത്തേത്, നിങ്ങൾ ആരും കേൾക്കാത്തൊരു സാധനം, മിറർ വൈബ്രേഷൻ. കേൾക്കാൻ ഒട്ടും സാധ്യത ഉണ്ടാവില്ല. മിറർ വൈബ്രേഷൻ. മിറർ എന്താണ്? കണ്ണാടിയാണ്. അതിന് സ്വന്തമായൊരു സ്വഭാവമില്ല, സ്വന്തമായിട്ടൊരു നേച്ചറില്ല, ഒരു ഫങ്ഷനില്ല. അതിൻ്റെ ഫ്രണ്ടിൽ എന്താണോ വരുന്നത് അത് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കും. ഇതാണ് കണ്ണാടി, മിറർ ഇൻ സിമ്പിൾ വേർഡ്സ്. സോ മിറർ വൈബ്രേഷൻ ഒരാൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായൊരു വൈബ്രേഷൻ, സ്വന്തമായൊരു ക്വാളിറ്റി, സ്വന്തമായൊരു ക്യാരക്ടർ ഉണ്ടാവില്ല. ഞാൻ പേഴ്സണാലിറ്റി അല്ല പറയുന്നത്, സ്വഭാവമല്ല പറയുന്നത്, എനർജി. നിങ്ങൾക്കായിട്ട് സ്വന്തമായൊരു എനർജിയോ സ്വന്തമായൊരു വൈബ്രേഷനോ ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഉണ്ടാവുക? നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജികളെ അബ്സോർബ് ചെയ്യുന്ന രീതിയാണ് ഈ മിറർ വൈബ്രേഷൻ. സ്വന്തമായിട്ടൊരു വൈബ്രേഷൻ ഇല്ല, സ്വന്തമായിട്ട് നിങ്ങൾക്ക് വൈബ്രേറ്റ് ചെയ്യാനും സാധിക്കില്ല. പകരം നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ ഉള്ളത് ആ സിറ്റുവേഷൻ്റെ വൈബ്രേഷൻ എന്താണോ അത് മുഴുവനായിട്ടും അബ്സോർബ് ചെയ്യുക, അതിനെ വൈബ്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ തൊട്ട് മുൻപിൽ നിൽക്കുന്ന വ്യക്തി എന്താണ്? ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് പോയി അവിടെ ഒരു പേഴ്സണോട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വൈബ്രേഷൻ എന്താണോ അത് നിങ്ങൾ എക്വിപ്പ് ചെയ്യും, അത് മുഴുവൻ അബ്സോർബ് ചെയ്യും, എന്നിട്ട് അതായിട്ട് വൈബ്രേറ്റ് ചെയ്യും. ഇതിന് പല പേരുകൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഫണ്ടമെൻ്റലി ദിസ് ഈസ് മിറർ വൈബ്രേഷൻ. ജന്മന ഇങ്ങനെയായിരിക്കും. ജനിച്ചപ്പം മുതൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് വൈബ്രേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പലരും പറയുന്നത് എനിക്ക് സ്വന്തമായിട്ടൊന്നും ഫീൽ ചെയ്യാത്ത പോലെയുണ്ട്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ ഇമോഷൻ എന്താണോ അത് ഇവരെടുക്കുന്ന പോലെ ഫീൽ ആവും. അവരുടെ ചിന്തകൾ എന്താണോ അത് ഇവർ അബ്സോർബ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. അവർക്ക് സ്വന്തമായ ചിന്തകളോ ഇമോഷൻസോ ഒന്നും ഉണ്ടാവില്ല. കുറേ പേര് സന്തോഷിക്കുന്നു, അവർ ഓട്ടോമാറ്റിക്കലി കാരണം അറിയില്ല, തനിയെ സന്തോഷിക്കും. വേറെ കുറേ പേര് വിഷമിക്കുന്നു, അവർക്ക് എന്താണെന്ന് പോലും അറിയില്ല, അവരങ്ങോട്ട് വിഷമിക്കും. വേറെ കുറേ പേര് ദേഷ്യപ്പെടുന്നു, അതും ഇവർ അബ്സോർബ് ചെയ്ത് എടുക്കും. ദിസ് ഈസ് മിറർ വൈബ്രേഷൻ. ഇനി ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ലോ ആണോ, ഹൈ ആണോ, അതോ മിററാണോ? ഐ ആം ഡാം ഷുവർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഞാൻ ഈ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടുണ്ടാവും. കാരണം അവരുടെ ജീവിതത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. സോ നിങ്ങൾ ലോയോ അല്ല, ഹൈയോ അല്ല, പക്ഷേ മിറർ വൈബ്രേഷനാണ്. ഇഫ് യു ആർ ജസ്റ്റ് മിററിങ് എവരിബഡി, ഈ ലോകത്ത് നടക്കുന്ന എല്ലാത്തിനെയും, ലോകത്തുള്ള എല്ലാ എനർജികളെയും, എല്ലാ സ്വഭാവത്തെയും, എല്ലാ മനുഷ്യരെയും, എല്ലാ സാഹചര്യത്തെയും ചുമ്മാ അങ്ങ് റിഫ്ലക്റ്റ് ചെയ്യുന്ന കാണിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ യു ആർ മിറർ വൈബ്രേഷൻ. ഇനി ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കേൾക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ആവും അല്ലേ? എഗെയിൻ ഒരു തെറ്റായിട്ട് ഫീൽ ആവും. തെറ്റ് എന്ന് നമുക്കൊരിക്കലും ഇവരെ ജഡ്ജ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ ജന്മന അങ്ങനെ ജനിക്കാൻ പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ പേരൻസ്, എസ്പെഷ്യലി നിങ്ങളുടെ മദർ ബ്ലഡ് ലൈൻ, നിങ്ങളുടെ അമ്മയുടെ ബ്ലഡ് ലൈൻ അങ്ങനെയുള്ളവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളിങ്ങനെ ആയിരിക്കും. പൊതുവേ അമ്മയിൽ നിന്നാണ് ട്രാൻസ്ഫർ ആവുക, അച്ഛനിൽ നിന്നായിരിക്കില്ല. അമ്മയിൽ നിന്നാണ് ഇത്തരം വൈബ്രേഷൻ ട്രാൻസ്ഫർ ആവുക. അല്ലെങ്കിൽ ജന്മന നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ട്രോമ കാരണം ഡെവലപ്പ് ആവുന്ന ഒരു വൈബ്രേഷനാണ് ഇത്. മാറ്റിയെടുക്കാൻ സാധിച്ചു ചോദിച്ചാൽ 100% മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞ് ഒരു വൈബ്രേഷൻ സ്റ്റേബിൾ അല്ല. മനുഷ്യനെ എന്തും ഓൾട്ടർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ലോ ആണെങ്കിലും ഹൈ ആണെങ്കിലും ഇപ്പോൾ പറഞ്ഞ മിറർ വൈബ്രേഷൻ ആണെങ്കിലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാൻ സാധിക്കും. സോ യു ഡോണ്ട് ഹാവ് ടു വറി. ഞാൻ ജസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇങ്ങനെയാണെന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, സോ ദാറ്റ് ഈസ് മിറർ വൈബ്രേഷൻ. നാലാമത്തേതാണ് ന്യൂട്രൽ വൈബ്രേഷൻ. ഇതും കേട്ടിട്ടുണ്ടാവില്ല. ഇത് പൊതുവേ നമുക്ക് കാണാൻ സാധിക്കുന്നത് പല വർഷങ്ങളായി വളരെ സിൻസിയറായിട്ട്, പല വർഷങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഡെക്കേഡ്സ്, 10, 20, 30 വർഷങ്ങളായി മെഡിറ്റേഷന് ഒരുപാട് സമർപ്പിച്ച ആളുകൾക്ക് കാണുന്ന വൈബ്രേഷനാണ് ന്യൂട്രൽ വൈബ്രേഷൻ. മെഡിറ്റേഷൻ മാത്രമല്ല, യോഗ, ക്രിയ, സാധന ഏത് വേണമെങ്കിലും ആവാം. ഇതെല്ലാം എന്നുമല്ല പറയുന്നത്, ഏതെങ്കിലും ഒന്ന് ഒരുപാട് വർഷങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് റിയൽ യോഗ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് കാണുന്ന ഒരു സ്വഭാവമാണ്, ഒരു വൈബ്രേഷനാണ് ന്യൂട്രൽ വൈബ്രേഷൻ. എന്താണ് ന്യൂട്രൽ വൈബ്രേഷൻ? ഇതിന് സ്വന്തമായ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. ഇപ്പോൾ ലോ എടുത്താൽ അവരുടെ ക്വാളിറ്റി എന്താ? ലോ ആണ്, ലോ വൈബ്രേഷൻ്റെ. ഹൈ വൈബ്രേഷൻ്റെ ക്വാളിറ്റി എന്താ? പോസിറ്റീവാണ്. മിറർ വൈബ്രേഷൻ്റെ ക്വാളിറ്റി എന്താ? കോപ്പിയിങ് ആണ്, റിഫ്ലക്റ്റിംഗ് ആണ്. ന്യൂട്രൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ക്വാളിറ്റിയും ഇല്ല. അവർക്ക് ഹൈയും ഇല്ല, ലോയും ഇല്ല, മിററും ഇല്ല, കോപ്പിയിങ്ങും ഇല്ല, ഒന്നുമില്ല. അവരവിടെ വെറുതെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്.
ഇതാണ് യോഗികളുടെയും സന്യാസികളുടെയും ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു പ്രാക്ടീസിൽ കമ്മിറ്റ് ചെയ്യുന്ന ആളുകളുടെയും വൈബ്രേഷൻ, ന്യൂട്രൽ വൈബ്രേഷൻ. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, ഇവർ ഒരു കാരണവശാലും എങ്ങനെയും എഫക്റ്റ് ആവില്ല. ഇവരൊരു അടിപൊളി വൈബ്രേഷനുള്ള സ്ഥലത്തേക്ക് പോയെന്ന് വിചാരിക്കുക, ഒരു അമ്പലത്തിലേക്കോ പള്ളിയിലേക്കോ ചർച്ചിലേക്കോ പ്രവേശിച്ചു എന്ന് വിചാരിക്കുക, അവിടെ നിന്ന് അവരൊന്നും കിട്ടില്ല. പൊതുവേ അവിടെ പോയി നമുക്ക് എന്താ ഫീൽ ആവും? നല്ലൊരു അപ്ലിഫ്റ്റ്മെൻറ്റ് ഫീൽ ആവും അല്ലേ, നല്ലൊരു ആക്ടിവേഷൻ ഫീൽ ആവും, നല്ലൊരു ഉണർവ് ഫീൽ ആവും. ഇവർക്ക് അതൊന്നും ഫീൽ ആവില്ല. കാരണം ന്യൂട്രലാണ്. ഇവർക്ക് പൊതുവേ ഒന്നും അബ്സോർബ് ചെയ്യുകയില്ല, ഒന്നും കൊടുക്കുകയില്ല. നേരെ ഇവർ അമ്പലത്തിലേക്ക് പോയി, അവിടെ ഒന്നും ഫീൽ ആവില്ല. പള്ളിയിലേക്ക് പോയി നിസ്കരിച്ചു, അവിടെ ഒന്നും ഫീൽ ആവില്ല. ഇനി ഇവരെ ഒരു നരകത്തിൽ കൊണ്ടിട്ടു, ഒന്നും ഫീൽ ആവില്ല. കുറേ നെഗറ്റീവായ ആൾക്കാരുടെ ഇടയിൽ കൊണ്ടിട്ടു, ഒന്നും എടുക്കില്ല. ഇതാണ് ന്യൂട്രൽ വൈബ്രേഷൻ. അപ്പോൾ ഡൗട്ട് വരും, എന്തിനാണ് ഈ വൈബ്രേഷൻ? ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഈ വൈബ്രേഷൻ കൊണ്ടുള്ള ഉപകാരം എന്താണ്? അതാണ് പറഞ്ഞത്, യോഗികൾക്കാണ് ഇതുള്ളത് എന്ന് പറയാനുള്ള റീസൺ ഇതാണ്. ദാറ്റ് യോഗികൾ എന്ന് പറഞ്ഞാൽ അവരെ എൻലൈറ്റ്മെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കൊരിക്കലും ഈ ഭൂമിയോട് അറ്റാച്ച്മെൻ്റ് ഇല്ല. അവരൊന്നും ഇവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല, ഒന്നും കൊടുക്കാനും ആഗ്രഹിക്കുന്നില്ല, ഒന്നും എടുക്കാനും ആഗ്രഹിക്കുന്നില്ല. അവരവരെ സ്വയം ലയിപ്പിച്ച് മുക്തി എന്ന് പറയുന്ന ഒരു ജേണി അത് പൂർത്തീകരിക്കാൻ നോക്കുന്ന ആളുകളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താ ശ്രമിക്കുക? ഒന്നിനോടും കണക്റ്റഡ് ആയിരിക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് ഭൂമി ഉപേക്ഷിക്കണം, നിങ്ങൾക്ക് ജനനം മരണം എന്ന് പറഞ്ഞ സൈക്കിളിൽ നിന്ന് പുറത്ത് വരണം, ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ ആ ഒരു സൈക്കിളിനെ നിങ്ങൾക്ക് പുറത്ത് വരണം, മുക്തി നിങ്ങൾക്ക് ലഭിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലോജിക്കലി എടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് തീരുമാനം എന്താണ്? ആരോടും കണക്റ്റ് ആവരുത്, ആരോടും അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കരുത്. ഈ മായാലോകത്ത് ഒന്നിനോടും നിങ്ങൾക്ക് ബന്ധമുണ്ടാവരുത്. അതുകൊണ്ടാണ് സന്യാസികളെല്ലാം ഉപേക്ഷിച്ച് ഹിമാലയത്തിൽ എവിടെയെങ്കിലൊക്കെ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വളരെ സെക്ലൂഡറായ ഒരു ഗുഹയിൽ പോയിട്ട് സ്വയം ഐസൊലേറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ ഇതാണ്. ആരോടും ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ലിമിറ്റേഷൻ, ഫിസിക്കലി നമ്മൾക്ക് എല്ലാവരോടും ദൂരെ പോകാം, പക്ഷെ മെൻ്റലി നമ്മൾ അവരോട് കണക്റ്റഡ് ആണെങ്കിലോ? ഇപ്പോൾ നമ്മൾ എത്രയോ പേര് ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ട് മറന്നിട്ടുണ്ട്, എത്രയോ റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്, എത്രയോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണാത്ത ആളുകളുണ്ട് അല്ലേ, അവരോട് കണക്റ്റഡ് ആയിരിക്കില്ല, മെസ്സേജിങ് ഉണ്ടാവില്ല, കോൾ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോഴും അവർ നിങ്ങളുടെ മനസ്സിൽ കണക്റ്റഡ് ആണ്. മെൻ്റലി ദേ ആർ സ്റ്റിൽ ദെയർ. അതിനർത്ഥം യു ആർ അറ്റാച്ച്ഡ് എന്ന് തന്നെയാണ്. പക്ഷേ സന്യാസികൾക്കും യോഗികൾക്കും ഇത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ട് ഫിസിക്കലി ദൂരെ പോയാൽ മാത്രം പോരാ, അവരുടെ എനർജി തന്നെ ഈ ഭൂമിയിൽ നിന്ന് മുഴുവനായിട്ടും തിരിച്ചെടുക്കണം. ആരോടും കണക്റ്റായിരിക്കരുത് എന്നെടുക്കുന്ന തീരുമാനത്തിൽ നിന്നും അതിൽ നിന്നും ചെയ്യുന്ന സാധനകൾ കാരണവും ധ്യാനം കാരണവും ഉണ്ടാകുന്ന റിസൾട്ടാണ് ന്യൂട്രൽ വൈബ്രേഷൻ, വേർ ദേ ആർ നോട്ട് കണക്റ്റഡ് ടു എനിബഡി. ആരോടും കണക്റ്റഡ് അല്ല, ഒന്നിനോടും കണക്റ്റഡ് അല്ല. അവർക്ക് ഒരു എനർജിയോടും ഒരു സാഹചര്യത്തോടും ഒരു വ്യക്തിയോടും യാതൊരു തരത്തിലുള്ള ബാധ്യതയുമില്ല. ഇതാണ് ന്യൂട്രൽ വൈബ്രേഷൻ. സത്യത്തിൽ സാധാരണ ആൾക്കാർക്ക് പോലും, ഞാനതാ പറഞ്ഞ് കുറച്ച് സിൻസിയറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇത് കാണാൻ സാധിക്കും. ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ചിലരുണ്ട് ധ്യാനം തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവരോടും ഡിറ്റാച്ച്മെൻറ്റ് ഫീൽ ആവും, തിരിച്ചു പോകാനേ പറ്റില്ല. ആദ്യം അവർ ഫാമിലിയോട് നല്ല കണക്റ്റഡ് ആയിരുന്നു, ബട്ട് പ്രാക്ടീസ് തുടങ്ങി മെല്ലെ ദൂരെ പോകും. ഫ്രണ്ട്സായിട്ട് നല്ല കണക്റ്റഡ് ആയിരുന്നു, പ്രാക്ടീസ് തുടങ്ങി മെല്ലെ ദൂരെ പോകും. പിന്നെ അവരോട് കണക്ട് ചെയ്യാനേ സാധിക്കില്ല. പണ്ട് ഒരുപാട് പുറത്തുപോയി ട്രിപ്പ് അടിക്കുന്ന ആൾക്കാരാണ്, ഒരുപാട് നമ്മൾ പറയില്ല ഒരു ബാഹ്യലോകമായി നന്നായിട്ട് കണക്ഷനുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ യോഗ പ്രാക്ടീസ്, മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഇതിനോടുള്ള താല്പര്യങ്ങൾ അവസാനിക്കും. കാരണം ഉള്ളിലെവിടെയോ നിങ്ങളുടെ വൈബ്രേഷൻ ന്യൂട്രൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പല മിക്സും ഉണ്ടാവും കേട്ടോ, ലോ കുറച്ച്, ഹൈ കുറച്ച്, മിറർ കുറച്ച്, ന്യൂട്രൽ കുറച്ച്, അങ്ങനെ ഒരു മിക്സഡ് വേർഷനും ഉണ്ടാവും. അത് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കാറ്റഗറി ആക്കി പറയുന്നില്ല എന്നേ ഉള്ളൂ, മിക്സഡ് ആയിട്ടും ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ധ്യാനം പരിശീലിച്ച് തുടങ്ങുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ മിക്സഡ് ഫീൽ ചെയ്യാനും സാധിക്കും. എസ്പെഷ്യലി ഈ പറഞ്ഞ ന്യൂട്രൽ വൈബ്രേഷൻ നിങ്ങൾക്ക് എന്തായാലും അനുഭവിക്കാൻ സാധിക്കും. അതാണ് ഈ ന്യൂട്രൽ വൈബ്രേഷൻ. ഇതിൻ്റെ ഏറ്റവും വലിയ ഉപകാരം സ്പിരിച്വൽ പ്രാക്ടീസിലുള്ളവരാണ്. അല്ലാത്ത ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഡിപ്രഷനിൽ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഒന്നിനോടും കണക്ഷനില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് പറ്റാത്ത കാര്യമാണ്. മെൻ്റലി ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല, അതൊരു കാര്യം. രണ്ടാമത് അവരുടെ പ്രാണിക് എനർജി പോലും ഒന്നിനോടും ക്ലിങ്ങി ആയിരിക്കില്ല, അറ്റാച്ച്ഡ് ആയിരിക്കില്ല. ബിക്കോസ് ഓഫ് ദാറ്റ് അവർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ജീവിതം ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇത് സന്യാസികൾക്കും യോഗികൾക്കും
ആത്മീയത മാത്രം സുപ്രീമായിട്ട് എടുത്ത് സഞ്ചരിക്കുന്ന ആളുകൾക്കും ചേരൂ എന്ന് പറയാനുള്ള റീസൺ. ഓക്കെ, ക്ലിയർ. ഇനി അഞ്ചാമതാണ് മൾട്ടി കോഡ് വൈബ്രേഷൻ. എന്താണ് മൾട്ടി കോഡ് വൈബ്രേഷൻ? മഴവില്ല് കണ്ടിട്ടുണ്ടാവും അല്ലേ? പല നിറങ്ങളുണ്ട്, 7 നിറങ്ങളുണ്ട്. ഇതിൽ മഴവില്ലിൻ്റെ നിറം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്നതെന്ന് പറയാൻ സാധിക്കില്ല. ദേ ആർ എ കോമ്പിനേഷൻ ഓഫ് സോ മെനി ഫോഴ്സസ് അല്ലേ? കോമ്പിനേഷൻ ഓഫ് സോ മെനി കളേഴ്സ്. അവരൊരിക്കലും ആ ഒരു റെയിൻബോ ഒരിക്കലും നമുക്ക് റെഡാണ്, ഗ്രീനാണ്, വൈറ്റ് ആണെന്ന് ഒരിക്കലും നമുക്ക് തരം തിരിച്ച് പറയാൻ സാധിക്കില്ല. പകരം നമ്മൾ എന്ത് പറയുന്നു? വിബ്ജിയോർ, അത്രേ പറയുള്ളൂ. ബിക്കോസ് ദേ ആർ കമ്പൈൻഡ്. അവർ സെപ്പറേറ്റ് അല്ല, എല്ലാം യുണൈറ്റഡ് ആണ്. ഇപ്പം മിക്സഡ് വൈബ്രേഷൻ്റെ കാര്യത്തിൽ എല്ലാം ഒരു കൊള പരുവത്തിലാണ്. കമ്പൈൻഡ് എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ നാളെ ഒന്നും ഉണ്ടാവും, നാളെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണോ റെയിൻബോസിൻ്റെ കാര്യം? 7 കളേഴ്സ് അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ എങ്ങനെ മാറ്റി നോക്കിയാലും, അത് ഹാഫായി കട്ട് ചെയ്താലും അതിനെ ഇനിയും കട്ട് ചെയ്താലും ആ 7 കളേഴ്സും അവിടെ കറക്റ്റായിട്ട് ഉണ്ടാവും. ഒരിക്കലും നമ്മൾക്കതിനെ തെറ്റിക്കാൻ സാധിക്കില്ല. പക്ഷേ മിക്സഡ് വൈബ്രേഷൻ അങ്ങനെയല്ല. ഇന്ന് ചിലപ്പോൾ ലോ ഉണ്ടാവും, നാളെ ഉണ്ടാവില്ല. ഇന്ന് ചിലപ്പോൾ ഹൈ ഉണ്ടാവും, നാളെ ഉണ്ടാവില്ല. മൾട്ടി കോഡ്സ് റെയിൻബോയുടെ നേച്ചറാണ്. പലതരത്തിലുള്ള വൈബ്രേഷൻ ഒരുമിച്ച് ഒരു കോമ്പിനേഷനായി മാറുന്നൊരു പ്രതിഭാസം. ചില ഏരിയാസിൽ അവർക്ക് ലോ വൈബ്രേഷനാണ്, ചില ഏരിയാസ് ഹൈ വൈബ്രേഷനാണ്, മറ്റ് ചില ഏരിയാസ് ന്യൂട്രലാണ്, മറ്റ് ചില ഏരിയാസ് മിക്സഡ് ആണ്. ഇത് പെർമനൻ്റ് ആയിരിക്കും. ഈ കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഇത് എന്നും ഉണ്ടാവും. ഒരിക്കലും അവർക്ക് ലോ വൈബ്രേഷൻ മാറ്റി നിർത്താൻ സാധിക്കില്ല. അത് കൂടപ്പിറപ്പ് പോലെ, അത് അവിടെ തന്നെ ഉണ്ടാവും. ഒരിക്കലും അവർക്ക് മറ്റൊരു സെക്ടറിലുള്ള ഹൈ വൈബ്രേഷൻ മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അത് അവിടെ തന്നെ പെർമനൻ്റ്ലി ഉണ്ടാവും. അതേപോലെ ന്യൂട്രലും അവർക്ക് ഒരിക്കലും എടുത്ത് മാറ്റാൻ സാധിക്കില്ല. ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. മഴവില്ല നിങ്ങൾ ഓർത്താൽ മതി. മൾട്ടി കോഡ്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഒരേ സമയം മൾട്ടിപ്പിൾ വൈബ്രേഷൻസ് ജനനം മുതൽ മരണം വരെ ചേർത്ത് പിടിക്കുന്ന ഒരു കാറ്റഗറി. ഇതാണ് മൾട്ടി കോഡ് വൈബ്രേഷൻ. ക്ലിയർ? അപ്പോൾ ഇതാണ് ടോട്ടലായിട്ടുള്ള 5 വൈബ്രേഷൻ. ഇത്രയും വീഡിയോ ഈ അറ്റം വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബോണസ് വൈബ്രേഷൻ കൂടിയുണ്ട്. ദാറ്റ് ഈസ് ദ 0 വൈബ്രേഷൻ ഓർ വോയിഡ് വൈബ്രേഷൻ. ഇതിൻ്റെ പ്രത്യേകത, ദിസ് ഈസ് ദ റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ്. ഏറ്റവും റെയറായിട്ട് കാണപ്പെടുന്ന ഒരു വൈബ്രേഷനാണ് ഈ ഒരു സാധനം. റെയർ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ 4 യുഗങ്ങൾ എടുത്തോളൂ. ഈ 4 യുഗത്തിൽ 1 or 2 പ്രാവശ്യം മാത്രമേ ഈ ഒരു വൈബ്രേഷൻ ഡോമിനൻ്റ് ആയൊരു ഹ്യൂമൻ ബോഡി ഇവിടെ ഉണ്ടാവുള്ളൂ. കാരണം ഇവർ ജനിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരാൾ ഇവിടെ ജനിച്ചു എന്ന് എവിടെയും ഡാറ്റ ഉണ്ടാവില്ല. അതായത് ഇപ്പം നിങ്ങളൊരു ഹ്യൂമൻ ബോഡി എടുത്ത് ഇവിടെ ജനിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആധാർ കാർഡ് ഒരു ഏജ് കഴിഞ്ഞാൽ ഉണ്ടാവും, ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. ഇതൊക്കെ ബാഹ്യലോകത്തിൻ്റെ കണ്ണിൽ എന്താണ്? ഒരു പ്രൂഫാണ്. പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, പ്രൂഫ് ഓഫ് എക്സിസ്റ്റൻസ്. ഇങ്ങനെയൊരു സാധനം അല്ലേ, ഇങ്ങനെയൊരു ജന്മം ഇവിടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ലീഗൽ പേപ്പേഴ്സാണ് അതൊക്കെ. ഇത് കൂടാതെ പ്രകൃതിയുടെ ഇതേപോലൊരു മാർക്കിംഗ് ഉണ്ട്. ഇങ്ങനെ ഒരാൾ ശരീരം എടുത്ത് ജനിച്ചിട്ടുണ്ട്. ഇവൻ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. ഈ ഡാറ്റ മുഴുവനും പ്രകൃതിയിൽ ഉണ്ടാവും. എത്ര വർഷം കഴിഞ്ഞാലും, എത്ര സൃഷ്ടികൾ കഴിഞ്ഞാലും ഈ സാധനം അവിടെ തന്നെ ഉണ്ടാവും. ഈ ഡാറ്റ, ഈ സൃഷ്ടി കഴിയുന്നവരെ നിങ്ങളെക്കുറിച്ചൊരു ഡാറ്റ അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളിന്ന് ആദ്യമായിട്ട് ജനിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണെങ്കിലും, ഡൈനോസറായിട്ടാണ് നിങ്ങൾ ജനിച്ചതെന്ന് ഉണ്ടെങ്കിൽ പോലും ആ ഡാറ്റ ഇപ്പോഴും പ്രകൃതിയിലുണ്ട്. ആ ഡൈനോസർ ഇപ്പോൾ മരിച്ച് പിന്നീട് മനുഷ്യനായിട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റിൽ പ്രകൃതിയിലുണ്ട്. അന്നുണ്ടായിരുന്ന ആ ഡൈനോസറാണ് ഇന്ന് ഇവിടെ മനുഷ്യനായിട്ട് വന്നിരിക്കുന്നത്. പ്രകൃതിക്കറിയാം. പ്രോപ്പറായിട്ട് അതിന് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടാവും, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് എല്ലാത്തിനും സെയിമാണ്. ഒരു ചെറിയൊരു മൺതരി, ഒരു കല്ല്, ഒരു ചെടി, ഒരു മരം, നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തോളൂ, പ്രകൃതിയിൽ ദീസ് ആർ വെൽ ഡോക്യുമെൻറ്റഡ്. പക്ഷേ 0 വൈബ്രേഷൻ ഓർ വാട്ട് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയൊരു സാധനം ഇവിടെ ജനിച്ചതായും ജീവിച്ചതായും മരിച്ചതായും യാതൊരു റെക്കോർഡുകളും ഉണ്ടാവില്ല. ദേ ആർ ജസ്റ്റ് 0. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. അങ്ങനെ ഒരു വസ്തു ഇവിടെ, ഇത് ഒരു വ്യക്തിക്ക് മാത്രമല്ല വസ്തുക്കൾക്കും ഇത് മാച്ചിങ് ആണ്. മനുഷ്യൻ്റെ കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ മനുഷ്യൻ്റെ കാര്യം എടുത്താൽ, ഒരാൾ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരാൾ ഇവിടെ ജനിച്ചു എന്നോ ജീവിച്ചു എന്നോ മരിച്ചു എന്നോ ഭൂമിയുടെ റാഡറിൽ ഉണ്ടാവില്ല. ഇവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ മരിച്ചു എന്ന് മാത്രമേ എല്ലാവർക്കും പറയാൻ സാധിക്കുള്ളൂ. പ്രകൃതിയോട് ചോദിച്ചാൽ ഇല്ല, ഇവർ മരിച്ചു എന്ന് പറയും. യൂണിവേഴ്സിനോട് ചോദിച്ചാൽ ഇങ്ങനെ ഒരാൾ ജീവിക്കുന്നില്ല എന്ന് പറയും. ഡാറ്റയിൽ ഇല്ല എന്ന് പറയും. ഇതാണ് 0 വൈബ്രേഷൻ. വളരെ 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 റെയറായിട്ട് ചില ഒരു സ്പെഷ്യൽ കാര്യത്തിന് വേണ്ടി മാത്രം ജനിക്കുന്ന
റയറസ്റ്റ് ആൾക്കാർക്ക് മാത്രമേ ഇതുണ്ടാവുള്ളൂ. കാരണം അവർ ചെയ്യുന്ന ജോലിക്ക് ഒരു വൈബ്രേഷൻ ആവശ്യമാണ്. അല്ലാതെ അവർ സ്പെഷ്യൽ ആയതുകൊണ്ടോ സുപ്പീരിയർ ആയതുകൊണ്ടോ അങ്ങനെയൊന്നല്ല അതിൻ്റെ അർത്ഥം. അവർ ചെയ്യാൻ പോകുന്ന ഒരു ലൈഫ് മിഷൻ അവരെന്താണോ ഇവിടെ വന്നത് ആ സാധനത്തിന് ഈ വൈബ്രേഷൻ ആവശ്യമാണ്. ലോ, ഹൈ, ന്യൂട്രൽ, മിറർ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. അവർക്കൊരു വൈബ്രേഷനും പാടില്ല, ഒന്നും പാടില്ല. അവരിവിടെ വന്നു എന്ന് തെളിവ് പോലും ഉണ്ടാവാൻ പാടില്ല. അതാണ് ഈ പറഞ്ഞ 6th ബോണസ് വൈബ്രേഷൻ. സോ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം.